السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين أما بعد. ഏറെ പ്രിയ നിറഞ്ഞ സഹോദരിമാരെ, കുടുംബാംഗങ്ങളെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അതിഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കുടുംബ സംഗമം. ഈ ഒരു അവസരത്തിൽ ഒരു മരുമകൾ എന്ന നിലയിൽ എൻ്റെ ചില ചിന്തകളും ചില അനുഭവങ്ങളും നിങ്ങളുമായി സംവദിക്കാനാണ് എന്നോട് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയമ്മച്ചിനെയും വലിയാപ്പച്ചനെയും ഒന്നും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എന്നിരുന്നാലും ആരിഫയും ഉമ്മയൊക്കെ ഒരുപാട് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോഴൊക്കെ അവരുടെ ഒരു മുഖം, അവരുടെ സ്വഭാവങ്ങളും അവരുടെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അവരുടെ ഒരു ചിത്രം പലപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പിന്നെ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളും ഇതുപോലെയുള്ള സംഗമിക്കാറുണ്ട്, ഇതുപോലെയുള്ള ഫാമിലി മീറ്റുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ പലരും വല്ല ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ടർഫിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും പലപ്പോഴും നടത്താറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു വിജയം നമ്മുടെ ഈ ഒരു തറവാട്ട് വീട്ടിൽ വെച്ച് തന്നെ ഈ ഒരു സംഗമം നടന്നു എന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതി. അതിന് നമുക്ക് അവസരം തന്നത് നമ്മുടെ ഈ വീട്ടിലെ, ഞാനൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയും ഒരിക്കലും എൻ്റെ വീട്ടിൽ വെച്ച് നടത്താൻ ഞാനൊക്കെ സമ്മതിക്കുക. കാരണം ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഉണ്ടാവും. നമ്മുടെ അമ്മായിയെ സംബന്ധിച്ചോളം, ഈ തറവാട്ടിലെ അമ്മായിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശാരീരിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. എന്നിരുന്നാലും അമ്മായി, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സംഗതി. അമ്മായി അതിനെ ഒരു ഇതായിട്ട് ഏറ്റെടുക്കുകയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ അവർക്കൊരു നല്ലൊരു ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഈ ഒരു കണ്ണിയിൽ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ഒരുപാട് സംഗതികൾ നമ്മൾ കേട്ടു. മതപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, മതപരമായിട്ട് കൂടുതൽ ചിട്ട പുലർത്തിയ ഒരാളുകളായിരുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ. ഒരു ചിട്ടയോട് കൂടിയിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളായിരുന്നു. അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന ഈ മുടപ്പനക്കൽ ജുമാ മസ്ജിദ് എന്നത്. അപ്പോൾ ഈ ഒരു നമ്മളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ വലിയ തലമുറ അത് വളരെയധികം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മധ്യതലമുറയും ഏറെക്കുറെ പാലിക്കുന്നുണ്ട്. ഇനി അടുത്ത തലമുറയിലേക്ക് ഈ മതത്തിൻ്റെ കിരണങ്ങൾ, ആ മതത്തിൻ്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഏറെക്കുറെ മാതാക്കളായ നമുക്കാണുള്ളത്. നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ നാത്തൂന് കുഞ്ഞോട്ടാത്തൊക്കെ ഒരു അനുഭവം പങ്കുവച്ചു. വലിയാപ്പിച്ചി ഒരിക്കലും മദ്രസിൽ നിന്ന് കുഞ്ഞോട്ടാത്ത് നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഈ വീടിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ മക്കനെ ഊരിയിട്ട് കയ്യിൽ പിടിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് വലിയാപ്പിച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയായിട്ട് അടി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അവരതിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, നമ്മൾ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഏതൊരു കാര്യങ്ങളാണോ അവർ നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണോ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അത് പുലർത്തിക്കൊണ്ടാണ് നമ്മൾ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ധാർമ്മികപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ നല്ല മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്നവരായിരുന്നു. കുടുംബബന്ധം പുലർത്തുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഒരു മരുമകൾ എന്ന നിലയിൽ മറ്റൊരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് ഫീൽ ചെയ്യും. നമുക്കറിയാം, ഒരു പൂന്തോട്ടത്തിൽ വളരുന്ന ഒരു ചെടിയെ മറ്റൊരു പൂന്തോട്ടത്തിലേക്ക് നമ്മൾ മാറ്റി നടുമ്പോൾ രണ്ട് പൂന്തോട്ടത്തിലെയും വ്യത്യാസം ആ ചെടിക്ക് മനസ്സിലാവും. ആ ചെടിക്ക് ആ ചെടി വിചാരിക്കും മറ്റേതിൽ അവിടെ കൂടുതൽ വളം ചെയ്യാറുണ്ടായിരുന്നു, അവിടെ എനിക്ക് കൂടുതൽ നനവ് നനക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫാമിലിയുടെ വ്യത്യാസം നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ കഴിയും ഒരു മരുമകൾ എന്ന നിലയിൽ. അപ്പോൾ
പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ധാർമ്മികപരമായിട്ടുള്ള കുറേ മൂല്യങ്ങൾ അവരിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യത്തിൽ. എൻ്റെ ഉമ്മ പിന്നെ ആരിഫിൻ്റെ ഉമ്മ എന്നെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാറുണ്ട്, കല്യാണത്തിനായിരുന്നാലും അതുപോലെ തന്നെ ഒക്കെ അവരെ പരിചയപ്പെടുത്തി തരുന്നതിൽ വളരെയധികം അത് മറ്റുള്ള തലമുറയിലേക്ക് കൂടിയിട്ടുണ്ടാവണമെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മരണ വീടുകളായിരുന്നാലും അവിടേക്ക് സന്ദർശിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആകസ്മികമായിട്ടുള്ള മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ സംഭവിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു താങ്ങും നൽകാൻ ഈ ഒരു കണ്ടിയിലുള്ള ഫാമിലിയിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഞാൻ നോട്ട് ചെയ്തൊരു സംഗതിയാണ്. അതുപോലെ പിന്നെ ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നെനിക്ക്, ഈ പഴയ തലമുറ വിജയിച്ചിട്ടുണ്ട് എന്നെനിക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അവരുടെ വീട്ടുകാര്യങ്ങളിൽ കൂടിയിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കണ്ടിയിൽ അസൈനാജി മരിക്കുന്ന സമയത്ത് അതിന് കുറച്ച് മുന്നായിട്ട് ഒരാഴ്ച മുന്നേ ഞാൻ ആ വീട്ടിൽ ഷിയാബിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അവർക്കൊരു ചെറിയ അന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു, കാലിൻ്റെ പിന്നെ നെരിയാണിൻ്റെ ഭാഗത്ത് നീര് വന്നിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊലായിൽ ഇരിക്കുന്നുണ്ട് അസൈൻകാർക്ക്. അപ്പോൾ പിന്നെ നബിസ്താത്തിനോട് പറഞ്ഞു, അവരൊരു പിന്നെ കർമൂസ പറിക്കുന്നുണ്ടായിരുന്നു, പപ്പായ പറിക്കുന്നുണ്ടായിരുന്നു, മരുന്ന് എത്തുന്നില്ല. എന്നോട് പറഞ്ഞു അതൊന്ന് പറിച്ചില്ല. ഞാൻ പറിച്ചെടുത്തു. എന്താ വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അതിന് കർമൂസ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നബിസ്താത്ത എന്താ വെച്ചാൽ കാക്ക വയ്യാതായാൽ എനിക്ക് ഭയങ്കര വലിയ ആശ്വാസം കാക്കയാണ്, എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കും, എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നിട്ട് പറഞ്ഞിട്ട് കുറേ ഗുണവിശേഷണങ്ങൾ കാക്കൻ്റെ അസീം കാക്കൻ്റെ കുറേ ഗുണവിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ സംഗതി, ഒരു പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, എന്താ ഒരു ഇണയുടെ തൃപ്തിയോട് കൂടിയിട്ടാണ് ഒരു വിശ്വാസി മരിക്കുന്നത് എങ്കിൽ അവർക്ക് പ്രത്യേക സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ സഹോദരന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പല കുടുംബങ്ങളും ഇവിടെയുള്ള അടുത്ത തലമുറ പോലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. വീട്ടിൽ പിന്നെ ഭാര്യമാരെ കൂടി ജോലിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, അതൊന്നും അവർ ബി.എഡിന് പോയിട്ട് മനഃശാസ്ത്രം പഠിച്ചത് കൊണ്ടോ അതുപോലെ തന്നെ ഒരു BSc പിന്നെ സൈക്കോളജി എടുത്ത് പഠിച്ചിട്ടൊന്നുമല്ല ആ തലമുറ എന്നത് ശ്രദ്ധിച്ചത്. കാരണം സ്ത്രീകളുടെ പിന്നെ മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല അവരെ ഹെൽപ്പ് ചെയ്താൽ തന്നെ അവർക്ക് ഭയങ്കര അവരോടൊരു മതിപ്പാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഈ തലമുറയിലുള്ള ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നത് ഞാൻ നോട്ട് ചെയ്തൊരു സംഗതിയാണ്. അതുപോലെ ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു, ഒക്കെ ഇപ്പോൾ ഇവിടെ കയറിയപ്പോൾ മറന്നുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ പലരും ഈ ഒരു നല്ലൊരു ഇതായിട്ട് ഒരു കുടുംബമായിട്ടാണ് എന്താ വെച്ചാൽ ഏട്ടനും അനിയനും എല്ലാവരും ഒരേ പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകളൊക്കെ ഒരാൾ ഏട്ടന് കാസർഗോഡാണെങ്കിൽ അനിയന് കണ്ണൂരായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് താഴേക്ക് മറ്റേ കോഴിക്കോടായിരിക്കും, ഒരാൾ വടകരായിരിക്കും, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങൾ. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ കൂട്ടമായിട്ട് ഒരേ സ്ഥലത്തായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണാനോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി അവരെ ബസ് സ്റ്റോപ്പിൽ പോയാൽ കാണാൻ പറ്റും ആരെങ്കിലും. അപ്പോൾ എപ്പോഴും ഒരു ബന്ധം പുലർത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ അപ്പോഴൊക്കെ നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു പ്രായമുള്ള തലമുറ അവരെപ്പോഴും ഈ റോഡ് സൈഡിൽ അവിടെ ബാവകാക്കാൻ്റെ പിടിയിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോഴൊക്കെ അവർ പലപ്പോഴും നമ്മുടെ ചെറിയ തലമുറയെ കൂടി അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവരെ നല്ല ഉപദേശങ്ങൾ നൽകാനൊക്കെ ഈ കുടുംബത്തിലെ മുതിർന്ന തലമുറയിലുള്ള ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് എന്നത് ഞാൻ നോട്ട് ചെയ്തൊരു സംഗതിയായിരുന്നു. അതുപോലെ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലരും എന്താ പറയുക, ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെക്കാട്ടി കണ്ടിയിലുള്ളവരെക്കാട്ടിയും നല്ല തറവാട്ടുകാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാട്ടി മുതിർന്നവരാണ്, മുന്നേ എന്താ പറയുക മുന്നേ തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞത് കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ഫാമിലിയിലുള്ള ആളും അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്, എന്താ പറയാ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതിൽ നിന്നും പിന്നെ പല തലമുറകളെയും കുടുംബത്തെയും നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു ഈ സംവിധാനത്തെ കുറിച്ച് പറയുന്നത്. ഒരു തിരിച്ചറിവ് മാത്രമാണ് അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ
അതെങ്ങനെ തിരിച്ച് നമ്മളിപ്പോൾ കണ്ടിയിലാണെന്ന് പറയുമ്പോൾ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ഒരു കല്യാണത്തിന് പോയാൽ ഒരു ബസ് കയറി എവിടെയുള്ള കള്ളന്തോടുള്ളതാണ് അല്ലെങ്കിൽ കെട്ടാങ്ങലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഐഡന്റിറ്റി കെട്ടാങ്ങൽ എവിടെയും ചോദിക്കും കണ്ടിയിലുള്ളതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ഐഡന്റിറ്റിയാണ് പഠിച്ചോണം ചെയ്തിട്ടുള്ളത്, ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നു ചോദിച്ചാൽ നമ്മളെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുക? നമ്മുടെ പുരക്കൽ നമ്മുടെ ഈ ഖബർസ്ഥാനിലേക്ക്, അതിൻ്റെ പടിവാതിൽക്കൽ വരെയാണ് നമ്മുടെ ആ ഒരു ഐഡന്റിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആരാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും കണ്ടിയിലുള്ള കണ്ടിയിൽ ആരാണ്? കണ്ടിയിലെ തെങ്ങുതോട്ടത്തിൽ ആരാ? തെങ്ങുതോട്ടത്തിലെ സൈനികത്തിന്റെ മോനില്ലേ ആരിഫ്, അവന്റെ ഭാര്യയില്ലേ ഖദീജ, ആ കുട്ടിയാണോ? അപ്പൊ ആ ഒരു ഐഡന്റിറ്റി അതാണ് അല്ലേ. അപ്പൊ പറയും എന്താണ്, ആ കുട്ടിയാണോ മരിച്ചത്? ഓനങ്ങനെയൊക്കെ ആണെങ്കിലും ഓള് നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ അത് മലക്കുകൾ സാക്ഷ്യപ്പെടുത്തിയാല് ഞാൻ കഴിച്ചിലായി. അതല്ല ഓനൊരു നല്ല ആളായിരുന്നു, ഓളത്ര പോരാന്ന് പറഞ്ഞാല് ഞാൻ പെട്ടു. അപ്പൊ അത്രമാത്രമാണ് ഈ ഒരു ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ഐഡന്റിറ്റി നമുക്കുള്ളത്. അത് കഴിഞ്ഞാൽ ഖബറിലെത്തിയാൽ നിങ്ങൾ എവിടുന്ന മലക്കളോട് ചോദിക്കോ? ഇല്ല. എവിടുന്ന വരുന്നത് കണ്ടീന്നാ നമുക്ക് പറയാൻ പറ്റോ? ഇല്ല. അതുവരെയാണ്. അപ്പൊ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കുക. സമയം വളരെ പരിമിതമാണ്. ഒരു ചെറിയ ഒരു കഥയിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സംഘാടകർ അനുവദിച്ചാൽ ഒരു വലിച്ചു പുറത്തുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരു സ്ഥലത്ത് ഒരു പട്ടാള ക്യാമ്പ് നടത്തിയായിരുന്നു. ആ പട്ടാള ക്യാമ്പിന്റെ ഒരു ഭാഗത്തായിട്ട് ഉറുമ്പുകളുടെ ഒരു മാളം ഉണ്ടായിരുന്നു. ഈ മാളത്തിലുള്ള ഒരു ഉറുമ്പ് പട്ടാളക്കാരന്റെ ബൂട്ടിനടിയിൽപ്പെട്ട് ചത്തുപോയി. ഇത് ഉറുമ്പുകൾക്കിടയിൽ വലിയ വിഷയമായി. അവർ മീറ്റിംഗ് കൂടി. എന്നിട്ട് അവർ തീരുമാനിച്ചു ഇതിന് നമുക്ക് പ്രതികാരം ചെയ്യണം. ഈ പട്ടാളക്കാരനോട് നമുക്ക് പ്രതികാരം ചെയ്യണം. അങ്ങനെ മീറ്റിങ്ങില് റാണി പറയാണ് അവന്റെ കണ്ണ് നമുക്ക് ചുഴിതെടുക്കണം. അങ്ങനെ റാണി ഒരാളെ നിയോഗിച്ചു. ഈ കണ്ണ് ചുഴിതെടുക്കാൻ വേണ്ടിയിട്ട് റാണി ഒരു ഉറുമ്പിനെ പറഞ്ഞേക്കാം. അങ്ങനെ ഏറെ സമയം കഴിഞ്ഞിട്ടും ഉറുമ്പ് വരുന്നില്ല, തിരിച്ചു വരുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ഉറുമ്പിനെ പറഞ്ഞേച്ചു. അങ്ങനെ ഓരോരോ ഉറുമ്പുകളെയും ഈ റാണി പറഞ്ഞേക്കാം. ആരും പോയോരാരും തിരിച്ചു വരുന്നില്ല. ഇത് കണ്ടപ്പോ അവസാനം ഉറുമ്പുകളൊക്കെ കഴിഞ്ഞു, റാണി മാത്രം ബാക്കിയായി. ഈ സമയത്ത് റാണി പോയി നോക്കിയപ്പോ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെട്ടു. ഈ റാണിയെ വളരെ അത്ഭുതപ്പെടുത്തി. എന്താ കാഴ്ച എന്ന് ചോദിച്ചാൽ ഈ പട്ടാളക്കാരൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അയാള് നമ്മളെ മാതിരി ലഡു എന്തോ തിന്നിനുണ്ട് അങ്ങനെ മുഖം കഴുകാതെ അങ്ങനെ ഉറങ്ങിയതാ. അതുകൊണ്ട് തന്നെ ലഡുവിന്റെ ചെറിയൊരു ഭാഗം അയാളെ മീശന്റെ അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ലഡുമ്മലാണ് ഈ ഉറുമ്പുകൾ ഫുള്ളും എന്താണ് കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് റാണി അത്ഭുതപ്പെട്ടതാ. ഈ കഥയിൽ ഒരു മോറൽ സൈഡ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് ആർക്കും അറിയോ? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ഉറുമ്പുകളുടെ ലക്ഷ്യം കണ്ണ് ചൂഴ്തെടുക്കുക എന്നതായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയ ചില നൈമിഷികമായ സുഖത്തിന്റെ ഇതിൽ അവരുടെ ലക്ഷ്യം മറന്നുപോയി. അവർ ആ കണ്ണ് ചൂഴ്തെടുക്കാനുള്ള അവരുടെ ലക്ഷ്യം മറന്നുപോയി. ഇതുപോലെയാണ് സഹോദരന്മാരെ നമ്മുടെ അവസ്ഥയും. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അന്ന് ആ കത്തിക്കാളുന്ന മനുഷ്യനും കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും സുന്ദരമായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിലും ഇതുവരെ വിഭാവനം ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ജീവിതം അതിനെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവനാണ് വിജയ്, അവനാണ് വിജയ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മുടെ ഈ ദുനിയാവിലെ വലിയ ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ടോ കൊട്ടാര സമാനമായ വീടുള്ളത് കൊണ്ടോ അവരൊന്നും അള്ളാഹുവിന്റെ അടുത്ത് വിജയികളായി പറയുന്നില്ല. നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നോ അവരാണ് വിജയ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഇതൊക്കെ നൈമിഷികമായ സുഖങ്ങളാണ് എന്നും നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചിട്ടുള്ള അതെല്ലാം നമ്മുടെ പുതിയ തലമുറകളിലേക്ക് എത്തിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ അതെല്ലാം നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുക. നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.